Hello, good morning. Welcome to Learning Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ യൂണിറ്റ് 14 ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിന്റെ MCQ മാരത്തോണിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First one, in an inductor, its time constant is 10 milliseconds and power loss is 10 watt at 1 ampere current flowing through it. Its inductance is. അപ്പോൾ നമുക്കൊരു ടൈം കോൺസ്റ്റന്റ് 10 മില്ലി സെക്കൻഡ്സ് തന്നിട്ടുണ്ട്, പവർ ലോസ് 10 വാട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു 1 ആംപിയർ കറന്റ് അതിലൂടെ പാസ് ചെയ്യുമ്പോഴാണ്. സോ വാട്ട് അബൌട്ട് ദി ഇൻഡക്ടൻസ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 100 മില്ലി ഹെൻറി ആണ് നമുക്ക് വരുന്ന ഇൻഡക്ടൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പവർ ഡിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഹീറ്റ് ആയിട്ടാണ് ഡിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ P is equal to I square R എന്നാണ്. ഐയുടെ വാല്യൂ നമുക്കറിയാം 1 ആംപിയർ ആണ് അല്ലേ. സോ 10 is equal to 1 square into R. സോ ആറിന്റെ വാല്യൂ എനിക്ക് 10 ഓം എന്ന് കിട്ടിയിട്ടുണ്ട്. ടൈം കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ടൗ ആണ് അല്ലെ. ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ടൗ ആണ്. ദാറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി ഇൻഡക്ടൻസ് ആൻഡ് റെസിസ്റ്റൻസ്. L/R ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എല്ലിന്റെ വാല്യൂ ആണ്. സോ L is equal to tau into R ആണ്. ടൗ എന്ന് പറയുന്നത് 10 മില്ലി സെക്കൻഡ്സ് ആണ്. സോ 10 into 10 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വാല്യൂ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ 10 into 10 to the power -3 ആണ് വരുന്നത്. ഇൻറ്റു ദാറ്റ് ഈസ് ഈക്വൽ ടു L/10. സോ L is equal to എനിക്ക് എത്രയാണ് വരുന്നത്? 100 മില്ലി ഹെൻറി ആണ് വരുന്നത്. ഓക്കെ, സോ ഇൻഡക്ടൻസിന്റെ വാല്യൂ 100 മില്ലി ഹെൻറി. The minus sign in the expression E is equal to minus n d∅ by dt is due to. ഇതേ നമുക്കൊരു മൈനസ് സൈൻ നമ്മൾ ഇക്വേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫാരഡേ സെക്കൻഡ് ലോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഇതിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഈ EMF is equal to minus n d∅ by dt എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതിൽ എന്തുകൊണ്ടാണ് മൈനസ് വന്നിരിക്കുന്നത്? അത് വേറൊരു ലോ ബേസ് ചെയ്തിട്ടാണ് അല്ലെ. നമ്മൾ അത് ഡിസ്കസ് ചെയ്തിരുന്നു, തിയറിയുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. സോ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ലെൻസസ് ലോ ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ലെൻസസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് the polarity of induced EMF is such that it tends to produce a current which opposes a changing magnetic flux that produce it. അല്ലേ, ആ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ഒരു കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതാണ് ആ ഒരു അതിന്റെ പൊളാരിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അത് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് ആ ഒരു എഫക്റ്റ് കാരണം വരുന്നതാണ്. സോ ദ നെഗറ്റീവ് സൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. അതായത് ഇൻഡ്യൂസ്ഡ് EMFന്റെയും അതിലുണ്ടാകുന്ന ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡും രണ്ടും ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മൈനസ് സൈൻ ആ ഒരു ഇക്വേഷനിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇക്വേഷൻ എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു -n d∅ by dt. ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, n ആണ്. Two similar circular loops carry equal currents in the same direction. On moving the coils further apart, electric current will. രണ്ട് സിമിലർ സർക്കുലർ ലൂപ്സിൽ ഈക്വൽ എമൗണ്ട് ഓഫ് കറന്റിൽ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ആ കോയിൽ നമ്മൾ അഗൈൻ മൂവ് ചെയ്യിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് കറന്റിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. രണ്ടിലുള്ള ഇലക്ട്രിക് കറന്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ആകും. സോ ഇൻക്രീസ് ഇൻ ബോത്ത്. The electric current will increase in both. Okay, നോക്കൂ, ലൂപ്പ് 1 ലൂപ്പ് 2 രണ്ട് ലൂപ്പ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. സെയിം കറന്റ് ആണ്, സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ ഇതിന് രണ്ടിനെയും നമ്മൾ മൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, രണ്ടിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്ഷൻ ഒക്കെ സെയിം തന്നെയാണ്. അപ്പൊ രണ്ട് ലൂപ്സും നമുക്ക് സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സെയിം മെറ്റീരിയൽ ആണെന്നും കൂടി നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ്. സോ ദേ ആർ സർക്കുലർ ലൂപ്പ്, ഈക്വൽ എമൗണ്ട് ഓഫ് കറന്റ് ഇൻ ദ സെയിം ഡയറക്ഷനിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് കോയിൽസും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലിങ്ക്ഡ് ഫ്ലക്സ് എന്താകും? ഈ രണ്ട് കോയിലിന് ബിറ്റ്വീൻ ആയിട്ടുണ്ടാകുന്ന ലിങ്ക്ഡ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ആയിരിക്കും. സോ അപ്പൊ ലെൻസസ് ലോ വെച്ച് നമുക്ക് പറയാൻ എന്ത് പറ്റാം? ദ കറന്റ് ഈസ് ബൗണ്ട് ടു ഇൻക്രീസ് ഇൻ ബോത്ത് ദ ലൂപ്സ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഫ്ലക്സ്. അപ്പൊ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടിലും ഉണ്ടാകുന്ന കറന്റ് ഒരുപോലെ ഇൻക്രീസ് ആകണം, എന്നാലേ നമുക്ക് ആ ഒരു റെഡ്യൂസ് ആകുന്ന ഫ്ലക്സിനെ ബാലൻസ് ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പൊ രണ്ടും മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കറന്റ് രണ്ടിലും ഒരുമിച്ച് ഇൻക്രീസ് ആകും. ഓക്കെ, how eddy current can be produced in bulk piece of conducting material. ഒരു എഡ്ഡി കറന്റ് നമുക്ക് ഒരു ബൾക്ക് പീസ് ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയലിൽ എങ്ങനെയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ബൈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ കണ്ടക്ടർ. കണ്ടക്ടറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ബൾക്ക് പീസ് ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയലിൽ എഡ്ഡി കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ.
എഡി കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ഒരു ബൾക്ക് പീസ് ഓഫ് കണ്ടക്ടിങ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കറന്റ് വരുന്നുണ്ട് അല്ലെ, ആ ഒരു കറന്റിനെയാണ് നമ്മൾ എഡി കറന്റ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിൽ തന്നെ ഇൻഡ്യൂസ് ആയിരിക്കുകയാണ്. സോ ആ ഒരു റെസിസ്റ്റൻസ് ഓഫ് ദ ബൾക്ക് കണ്ടക്ടറിൽ, അതായത് റെസിസ്റ്റൻസ് ഓഫ് ദ ബൾക്ക് കണ്ടക്ടർ നമുക്ക് ലോ ആയിരിക്കും. കാരണം എന്താണ്? എഡി കറന്റ്സ് ഹാവ് എ ലാർജ് മാഗ്നിറ്റ്യൂഡ്. അതുപോലെ തന്നെ ആ ഒരു കണ്ടക്ടറിനെ ഹീറ്റ് ചെയ്യിക്കുകയും ചെയ്യാണ്. സോ ആ ഒരു ടോട്ടൽ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, വളരെ ലോ വാല്യൂ ആയിട്ടായിരിക്കും കിട്ടുന്നത്. When number of turns per unit length of a solenoid is doubled, its self inductance become. Okay, ഒരു നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്, ഒരു സോളിനോയിഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സെൽഫ് ഇൻഡക്ടൻസ് എന്താകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഇറ്റ് ബിക്കംസ് 4 ടൈംസ് ആകും. ഓക്കെ, 4 ടൈംസ് ആയിട്ട് നമുക്ക് സെൽഫ് ഇൻഡക്ടൻസ് ഇൻക്രീസ് ആകും. അതായത് ആ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്ടൻസ് 4 ടൈംസ് ആകും. ഓക്കെ, അപ്പൊ സെൽഫ് ഇൻഡക്ടൻസിന്റെ ഒരു ഇക്വേഷൻ L is equal to mu square mu naught n square A by L എന്നാണ് അല്ലെ. mu0 എന്ന് പറയുന്നതാണ് absolute permeability, n എന്ന് പറയുന്നത് number of turns, I is the length of the solenoid and A is the area of solenoid. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. mu0 I A, അതായത് ഇതിലുള്ള mu0 I അല്ല L A എന്നൊക്കെ പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ. സോ നമുക്ക് എന്തെന്ന് എഴുതാം? L is equal to n square K. അതായത് K എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന എല്ലാ കോൺസ്റ്റന്റിനും പകരമായിട്ട് K എന്നൊരു ടേം എടുത്തിരിക്കുകയാണ്. K is the constant and n is the number of turns ആണ്. അപ്പൊ L എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? n ഡാഷ്, അതായത് n സ്ക്വയർ എന്ന് പറയുന്നത് 2n ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ 4n സ്ക്വയർ ആകും അല്ലെ. അപ്പൊ 4 into kn സ്ക്വയർ. kn സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കറിയാം, ഇറ്റ് ഈസ് L ആണ്. അപ്പൊ 4 ടൈംസ് ആണ്. mu L ഡാഷ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 4 ടൈംസ് ഓഫ് ദി ഇൻഡക്ടൻസ്. അതായത് സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് 4 ടൈംസ് ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the magnetic flux through a 50 turn coil increases at the rate of 0.05 Web per second. What is the induced EMF between the ends of the coil? ഒരു 50 ടേൺ ഉള്ള ഒരു കോയിലിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 0.05 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കോയിലുകൾക്ക് എൻഡുകൾക്ക് ബിറ്റ്വീൻ ആയിട്ട് ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്തിരിക്കുന്ന റേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 2.5 ആണ് നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് എത്രയാണ് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സും തന്നിട്ടുണ്ട് അല്ലെ, del phi by del t. സോ ഇൻഡ്യൂസ്ഡ് EMFനുള്ള ഇക്വേഷൻ എന്താണ്? -n del phi by del t ആണ്. അപ്പൊ n എന്ന് പറയുന്നത് 50 ആണ്. 50 into 0.05 which is equal to 2.5 volt. അപ്പൊ മൈനസ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ്. അതായത് ആ ഓപ്പോസിറ്റ് കറന്റും ഇൻഡ്യൂസ്ഡ് ആവുന്ന EMF-ഉം ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൈനസ് വരുന്നത്. ഓക്കെ, a coil of area 50 cm square has 1000 turns. Magnetic field of 0.2 Web per meter square is perpendicular to the coil. The magnetic field is reduced to 0 in 0.2 seconds. Then the induced EMF in the coil. Okay, ഒരു കോയിലിന്റെ ഏരിയ തന്നിട്ടുണ്ട്, ടേൺസ്, നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് അത് തന്നിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0.2 റെഡ്യൂസ് ചെയ്തിരിക്കുന്നത് 0.2 സെക്കൻഡ്സിൽ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 5 വോൾട്ട് ആണ് നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പൊ തീറ്റ is equal to 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ആണല്ലോ. ഓക്കെ, സോ അപ്പോൾ എ എന്ന് പറയുന്നത് ഏരിയ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ടേൺസ്, ദെൻ രണ്ട് മെത്തേഡ് തന്നിട്ടുണ്ട്, P1 ഉണ്ട്, P2 എന്ന് പറയുന്നത് 0യിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. dt ആ ഒരു ടൈം സെക്കൻഡ്സ് 0.2 സെക്കൻഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഏരിയ 50 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, അതിനെ ഞാൻ 10⁻⁻4ലേക്ക് മാറ്റിയിട്ടുണ്ട്. സോ ദ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? രണ്ടെണ്ണം ഉണ്ട്, B1 ഉണ്ട്, B2 ഉണ്ട്. സോ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് -0.2, അതായത് 0 - 0.2 that is equal to -0.2 ആണ് വരുന്നത്. ഓക്കെ, then the magnetic field is changing, the area remains constant, the magnetic flux area constant ആയി തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ആകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെ വരുന്നത് നോക്കൂ. d phi is equal to a dot db dot cos theta ആണ്. തീറ്റ എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. അപ്പൊ d phi is equal to a dot db cos 0 ആണ്. cos 0 എന്ന് പറയുന്നത് 1 ആണ്. സോ d phi is equal to a dot db ആണ്.
സോ d phi is equal to നമുക്ക് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a യും അറിയാം, ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡും അറിയാം അല്ലേ. സോ -50 × 10⁻⁻4 × 0.2. സോ d phi യുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട് 10⁻³ വെബർ ആണ്. അപ്പോൾ നമുക്ക് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് നമുക്കറിയാം ഇക്വേഷൻ E is equal to -n d phi by dt ആണ്. നമ്പർ ഓഫ് ടേൺസ് 1000 ആണ് ഇൻറ്റു d phi എന്ന് പറയുന്നത് -10⁻³ by dt എന്ന് പറയുന്നത് 0.2 സെക്കൻഡ്സ് ആണ്. അപ്പോൾ ഈ മൈനസും മൈനസും ക്യാൻസൽ ആകും. ദെൻ ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് വരുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് വരുന്നത്. ഓക്കെ, 5 വോൾട്ട് ആണ് വരുന്നത്. The electric current of an electromagnet is switched off, then the magnetic property of the electromagnet will. Okay, ഒരു ഇലക്ട്രിക് കറന്റ് ഇലക്ട്രോമാഗ്നറ്റിലേക്ക് കൊടുത്തിരിക്കുന്ന ഇലക്ട്രിക് കറന്റ് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ the electromagnetന്റെ ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: remain for few moments, vanish instantly, will decrease with time for long, will increase with time for long. ഓപ്ഷൻ എ ആണ് അല്ലെ. കുറച്ച് നേരത്തേക്ക് മാത്രം ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിൽ ഉണ്ടാകും. അത് വളരെ ചെറിയൊരു ടൈമിന് മാത്രം. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ് അല്ലെ. അതായത് നമ്മളൊരു കറന്റ് അതിലേക്ക് കൊടുത്താൽ മാത്രമേ അതൊരു ഇലക്ട്രോമാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മൾ കറന്റ് അതിലേക്ക് കൊടുക്കുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വാനിഷ്ഡ് ആകും. പക്ഷേ ഒരു വളരെ സ്മോൾ ടൈം ഡ്യൂറേഷനിലേക്ക് ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ദി ആ ഇലക്ട്രോമാഗ്നറ്റ് എക്സിസ്റ്റ് ആകും. ആ ഒരു ഇലക്ട്രിക് കറന്റ് നമ്മൾ അതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ദ കോയിൽ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റ്. ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിന്റെ കോയിലിൽ ഉണ്ടാകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആ ഒരു പ്രോപ്പർട്ടി കാരണം കുറച്ച് നേരത്തേക്ക് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആ ഒരു മെറ്റീരിയലിൽ തന്നെ ഉണ്ടാവും, ആ ഒരു മാഗ്നറ്റിൽ തന്നെ ഉണ്ടാവും. അതിനുശേഷം അത് ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വാനിഷ്ഡ് എന്ന് പറയുന്നത് പെട്ടെന്നല്ല, കുറച്ച് നേരത്തിന് ശേഷം മാത്രമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ഇൻ വെബർ ഈസ് ഗിവൺ ബൈ phi is equal to 6t² plus 3t plus 2. Then the magnitude of the induced EMF, the coil at t is equal to 3 seconds will be. നമുക്ക് ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. കോയിലിന്റെ ആ ഒരു ടൈം തന്നിട്ടുണ്ട്. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ 39 വോൾട്ടേജ് ആണ് നമുക്ക് വരുന്ന ഇൻഡ്യൂസ്ഡ് EMF. നോക്കാം സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫൈയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് d phi by dt കണ്ടുപിടിക്കണം അല്ലെ. ഫൈ ആണ് തന്നിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷനിൽ എന്താണ്? d phi by dt ആണ്. സോ ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ടൈമിനെ ബേസ് ചെയ്തിട്ട് d by dt of 6t² plus 3t plus 2 വരും. 6t² എന്ന് പറയുമ്പോൾ 12t വരും, 3t യുടെ 3 വരും, t എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ 0 വരും. സോ അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് E is equal to d phi by dt എന്ന് കൊടുക്കാം. E is equal to എന്താണ്? 12t plus 3 ആണ് അല്ലെ. 12t plus 3. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ടൈം t സെക്കൻഡ്സ് ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 12 into 3 plus 3, 12 into 3 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. 36 plus 3 that is equal to 39 വോൾട്ട് ആണ് വരുന്നത്. ഓക്കെ, the process of producing electric current through the variable magnetic field is called. ഓക്കെ, ഒരു കറന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്, ഒരു വേരിയബിൾ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഒരു കറന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രിഫിക്കേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, പാരാബോളിക്, നൺ ഓഫ് ദി അബോവ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അതിന് വരുന്ന റൈറ്റ് ആൻസർ. ഓക്കെ, the laminated cores are used in transformers. ട്രാൻസ്ഫോമേഴ്സിൽ laminated cores നമ്മൾ എന്ത് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്? നമ്മൾ എഡ്ഡി കറന്റിന്റെ കാര്യം പഠിച്ചപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു. To reduce the eddy current losses, we are laminating the cores of the transformer. അല്ലേ, എഡ്ഡി കറന്റ് ലോസസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ കോറുകളൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ എഡ്ഡി കറന്റ് എന്താണെന്ന് നമുക്ക് അറിയാം അല്ലെ. അത് ആ ഒരു മെറ്റാലിക് കോഴ്സ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഇലക്ട്രിക് മോട്ടറിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ എഡ്ഡി കറന്റ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി പ്രോപ്പർട്ടി റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് അവിടെ ഹീറ്റ് കൂടുന്നതിനും ആ ഒരു റെസിസ്റ്റിവിറ്റി റെഡ്യൂസ് ആകുന്നതിനനുസരിച്ച് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോ ഒക്കെ വരും. അത് ആ ഡാമേജ് ആകുന്നതിന് സാധ്യതയുണ്ട്. സോ അപ്പൊ ആ ഒരു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ ഒരു ട്രാൻസ്ഫോമറിലൊക്കെ ലാമിനേഷൻസ് കൊടുത്തിരിക്കുകയാണ്. ആ കോറുകളൊക്കെ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ലാമിനേഷൻസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ലൈക്ക്
ലാക്വർ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ലാമിനേഷൻസ് ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എഡി കറന്റ് ലോസസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫോമർ കോഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, an ideal transformer is used on 220 voltage line to deliver 2 ampere at 110 voltage. The current through the primary is. Okay, ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ നമുക്ക് 220 വോൾട്ടേജ് ലൈൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തിന്? 2 ആംപിയർ. ഓക്കെ, അറ്റ് 110 വോൾട്ടേജ്. ഓക്കെ, സോ നമുക്ക് കറന്റ് ആണ് സെക്കൻഡറിയിൽ വരുന്ന അല്ലെങ്കിൽ പ്രൈമറിയിൽ വരുന്ന കറന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പ്രൈമറി വോൾട്ടേജ് നമുക്ക് 220 തന്നിട്ടുണ്ട്. ES അതായത് നമുക്ക് വരുന്ന സെക്കൻഡറി കറന്റ് ആണ് 2 ആംപിയർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ES ആണ്, സോറി IS ആണ്. ES എന്ന് പറയുന്നത് സെക്കൻഡറി വോൾട്ടേജ് 110 ആണ് വരുന്നത് അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? IP ആണ്. നമുക്കറിയാം ഇക്വേഷൻ എന്താണ്? EP by ES is equal to IS by IP ആണ്. IP is equal to എന്ത് വരും? ES into EIS by EP. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് വരുന്നത് 1 ആംപിയർ ആണ്. സോ ഓപ്ഷൻ ഒരു സെക്കൻഡ് 1 ആംപിയർ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സോറി, ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 1 ആംപിയർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, the number of turns in a secondary coil and primary coil of the transformers are 200 and 500 respectively. If the electric current in the primary coil is 48 ampere, then find the secondary current coil current. Okay, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, രണ്ടിന്റെയും പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൈമറി കോയിലിൽ ഉണ്ടാവുന്ന കറന്റ് തന്നിട്ടുണ്ട്. സോ സെക്കൻഡറി കോയിലിൽ ഉണ്ടാവുന്ന കറന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ എങ്ങനെയാണ്? NP തന്നിട്ടുണ്ട് 500, NS എന്ന് പറയുന്നത് സെക്കൻഡറി ടേൺസ് ആണ്, IP is the primary current ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ അറിയാം, IP by IS is equal to NS by NP. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് IS ആണ് അല്ലെ. സോ IP into NP divided by NS. സോ IP എന്ന് പറയുന്നത് 48 ആണ് into 5/2, അതായത് 500 by 200 ആണ് അല്ലെ. നമുക്ക് 0 ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? 24 ആണ്. 24 into 5 എത്രയാണ് വരുന്നത്? 120 ആംപിയർ. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി is the right answer. 120 ampere is the secondary coil current. Okay. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which of the following option is correct regarding transformer? ട്രാൻസ്ഫോമറിനെ ബേസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? It can convert AC voltage into DC voltage and vice versa. That is a wrong statement അല്ലെ. AC നെ DC ആക്കാനോ DC നെ AC ആക്കാനോ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് വോൾട്ടേജ് ലെവൽ ഹയർ ലോ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ലോ വോൾട്ടേജ് ടു ഹൈ വോൾട്ടേജ് ആൻഡ് വൈസ് വേഴ്സ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലെ. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ലോ വോൾട്ടേജിനെ ഹൈ വോൾട്ടേജ് ആക്കാനും അല്ലെങ്കിൽ ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ആ ഒരു നമ്പർ ഓഫ് ടേൺസ് നമ്മൾ പറഞ്ഞു, പ്രൈമറി കോയിൽസും ഉണ്ട് സെക്കൻഡറി കോയിൽസും ഉണ്ട് അല്ലെ. ആ ഒരു നമ്പർ ഓഫ് ടേൺസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അതിനെ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, a 5 Henry coil is coupled with a 20H coil. What could be the maximum value of mutual inductance between them considering no flux leakage? ഇപ്പോൾ 2 കോയിലുകൾ തന്നിട്ടുണ്ട്, 5 ഹെൻറിയും അതുപോലെ തന്നെ 20 ഹെൻറിയുള്ള കോയിലുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദർ ഈസ് നോ ഫ്ലക്സ് ലീക്കേജ്. ഫ്ലക്സ് ലീക്കേജ് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ വാല്യൂ നമുക്ക് 10 ഹെൻറി ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കോയിലുകൾ നമ്മൾ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡിന്റെ രണ്ടിന്റെയും ഒരു മാഗ്നറ്റിക് ഫീൽഡുകൾ പരസ്പരം നമുക്കൊരു ലിങ്ക് വന്നിട്ടുണ്ട് അല്ലെ. അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സെക്കൻഡ് കോയിൽ, ഫസ്റ്റ് കോയിൽ കാരണം സെക്കൻഡ് കോയിൽ ഒരു വോൾട്ടേജ് ജനറേറ്റ് ആകുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന കറന്റിന്റെ ചേഞ്ച്, ആ ഒരു ഇതില് കറന്റിന്റെ ജനറേഷനിലും ചേഞ്ചസുകൾ വരുന്നുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ M ആണ്. 2 ഇൻഡക്ടൻസ് L1 ഉം L2 ആണ്. സോ അതിന്റെ ഇക്വേഷൻ ആണ് M is equal to K into square root of L1 L2 എന്നാണ്. K എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ആണ്. Then K ranges from 0 to 1 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ L നമുക്ക് തന്നിട്ടുണ്ട്, L1 ഉം L2 ഉം തന്നിട്ടുണ്ട്, 5 ഉം 20 ആണ് അല്ലെ. സോ അപ്പോൾ K is equal to 1 എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ടൻസ് K into square root of L1 into L2. L1 എന്ന് പറയുന്നത് 5 ഉം L2 എന്ന് പറയുന്നത് 20 ആണ്. സോ 5 into 20 എന്ന് പറയുന്നത് 100 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 100 which is equal to 10 ഹെൻറി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the total inductance of 2 coupled coils in the series aiding and series opposing connections are 1.4 into 10⁻³ Henry
and 0.6 into 10 to the power minus 3 Henry respectively. The value of the mutual inductance. Okay. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പുതിയ ടേംസുകൾ വന്നിട്ടുണ്ട്, സീരീസ് എയ്ഡിങ്ങും അതുപോലെ തന്നെ സീരീസ് ഒപ്പോസിംഗും ആണ്. ഓക്കെ, അതിന്റെ രണ്ടിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 0.2 into 10 to the power minus 3 Henry or otherwise 0.2 milli Henry ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻസ് നോക്കാനുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടും നമുക്ക് മ്യൂച്വൽ എയ്ഡിങ് ആണ്, അതായത് പൊളാരിറ്റി ഡോട്ട്സ് ആർ പ്രസന്റ് അറ്റ് ദ സെയിം എൻഡ്. നമുക്ക് പൊളാരിറ്റി ഡോട്ടുകൾ ഉണ്ട് നോർത്തും സൗത്തും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അത് രണ്ടും സെയിം എൻഡിലാണെങ്കിൽ നമുക്ക് അതിനെ മ്യൂച്വൽ എയ്ഡിംഗ് എന്നാണ് പറയുന്നത്. സോ ദി ഇക്വേഷൻ ഫോർ മ്യൂച്വൽ എയ്ഡിംഗ് L equivalent is equal to L1 plus L2 plus 2m ആണ്. ഓക്കെ, മ്യൂച്വൽ ഒപ്പോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളാരിറ്റി ഡസ് നോട്ട് പ്രസന്റ് അറ്റ് ദ ഓപ്പോസിറ്റ്, അതായത് പൊളാരിറ്റി ഡോട്ട്സുകൾ ഓപ്പോസിറ്റ് എൻഡുകളാണ് പ്രസന്റ് ചെയ്തതെങ്കിൽ ദാറ്റ് ഈസ് മ്യൂച്വൽ ഒപ്പോസിംഗ് ആണ്. So equation L equivalent is equal to L1 plus L2 minus 2m ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സീരീസ് എയ്ഡിങ്ങിന്റെ ഈക്വൽ ഇൻഡക്ടൻസ് 1.4 മില്ലി ഹെൻറി ആണ് അല്ലെ. സോ അത് നമുക്ക് തന്നിട്ടുണ്ട്. സോ 1.4 milli Henry is equal to L1 plus L2 plus 2m ആണ്. For series opposing ആ equivalent inductance 0.6 milli Henry ആണ് തന്നിട്ടുണ്ട്. So 0.6 milli Henry is equal to L1 plus L2 minus 2m ആണ്. നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. സോ രണ്ട് ഇക്വേഷൻസ് സബ്ട്രാക്ട് ചെയ്യണം. 1 minus 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ 1.4 minus 0.6 milli Henry. L1 ക്യാൻസൽ ആയി പോകും, L2 ക്യാൻസൽ ആകും. 2m minus of minus 2 അപ്പോൾ 4m ആകും അല്ലേ. അപ്പോൾ 1.4 ൽ നിന്ന് 0.6 മൈനസ് ചെയ്താൽ 0.8 ആണ് വരുന്നത്. സോ 4m is equal to 0.8 milli Henry. m is equal to 0.8 divided by 4 വരും, which is equal to 0.2 milli Henry ആണ് വരുന്നത്. Okay. Next one, determine the mutual inductance between the two coils when a current changing at 20 amperes per second in one coil induce an EMF of 50 millivolt in the other. Okay, ഇപ്പോൾ രണ്ട് കോയിലുകൾ തമ്മിലുണ്ടാവുന്ന മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കറന്റ് 20 ആംപിയർ പെർ സെക്കൻഡ്സിൽ ചേഞ്ച് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ വേറൊരു കോയിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ആവുന്ന EMF എന്ന് പറയുന്നത് 50 millivolt ആണ്. സോ വാട്ട് അബൌട്ട് ദി മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 2.5 milli Henry ആണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ നോക്കുക. E is the induced EMF ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് മൈനസ് d∅dt ആണ്. Phi is equal to എന്താണ്? M into I, that is M എന്ന് പറഞ്ഞാൽ coefficient of mutual induction and I is the current ആണ്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് കൊടുക്കാം? d/dt of M into I എന്ന് കൊടുക്കാം അല്ലേ. മൈനസ് ഓഫ് d/dt of M into I. M എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ മൈനസ് M into di/dt എന്നാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. നോക്കൂ, di/dt നമുക്ക് 20 തന്നിട്ടുണ്ട് അല്ലെ, 20 per seconds തന്നിട്ടുണ്ട്. ഈ നമുക്ക് തന്നിട്ടുണ്ട് 50 millivolt ആണ്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? 50 into 10 to the power minus 3 is equal to minus m into 20 ആണ്. സോ m എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 2.5 milli Henry വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മൈനസ് സൈൻ എന്ന് പറയുന്നത് ആ ഒരു ഇൻഡ്യൂസ്ഡ് EMF-ന്റെ ഡയറക്ഷൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ m ന്റെ വാല്യൂ എത്രയാണ്? 2.5 milli Henry ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ബോത്ത് നമ്പർ ഓഫ് ടേൺസ് ആൻഡ് കോർ ലെങ്ത് ഓഫ് ആൻ ഇൻഡക്ടർ ഈസ് ഡബിൾ കീപ്പിംഗ് ദ അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ് then its the self inductance will be. ഓക്കെ, നമ്പർ ഓഫ് ടേൺസും കോർ ലെങ്ത്തും ഒരു ഇൻഡക്ടറിന്റെ ഒക്കെ ഡബിൾ ചെയ്തിരിക്കുകയാണ്, വേറെ ഫാക്ടേഴ്സ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സെൽഫ് ഇൻഡക്ടൻസ് എന്താകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. സെൽഫ് ഇൻഡക്ടൻസ് ഓൾസോ ഡബിൾഡ്. ഓക്കെ, സെൽഫ് ഇൻഡക്ടൻസ് നമുക്ക് ഡബിൾ ആയിട്ട് വരും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നോക്കൂ, സെൽഫ് ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ L is equal to mu 0 n square by L into A ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, L is the ലെങ്ത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസും ലെങ്ത്തും ഡബിൾ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ 2n സ്ക്വയറും വരും 2l വരും അല്ലേ. അപ്പോൾ mu 0 2n square by 2l വരും. അപ്പോൾ എനിക്ക് 4n square by 2l ആണ് അല്ലേ. അപ്പോൾ ഇത് എനിക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 വരും. സോ ഓക്കെ, അപ്പോൾ mu സ്ക്വയർ 2n സ്ക്വയർ ബൈ L into A എന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 എക്സ്ട്രാ മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 into L ആണ് വരുന്നത്. അപ്പോൾ ഡബിൾ ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ആ ഒരു സെൽഫ് ഇൻഡക്ടൻസിന്റെ വാല്യൂസും ഡബിൾ ആകും. The energy stored in a 50 milli Henry inductor carrying a current of 4 ampere will be. എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡക്ടൻസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സിമിലർലി കറന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 0.4 ജൂൾ ആണ് നമുക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട്, U is equal to half Li square ആണ്. L എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ടൻസിന്റെ വാല്യൂ, I എന്ന് പറയുന്നത് കറന്റ് ആണ്.
എല്ലിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ലേ 50 മില്ലി ഹെൻറി തന്നിട്ടുണ്ട് കറന്റ് 4 ആംപിയർ ആണ് സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ ഹാഫ് ഇൻറ്റു L 50 into 10 to the power minus 3 into 16 ആണ് സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 0.4 ജൂൾ ആണ് വരുന്ന എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത്. A DC voltmeter is capable of measuring of maximum of 300 volts. If it is used to measure the voltage across a device operating at 220 volts AC supply, the reading of the voltmeter will be ഒരു DC വോൾട്ട്മീറ്ററിന് 300 വോൾട്ട് വരെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു 220 വോൾട്ട് AC സപ്ലൈയിലുള്ള ഒരു വാല്യൂ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, സോ അപ്പൊ വോൾട്ട്മീറ്ററിലുള്ള റീഡിംഗ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം മെഷീൻ DC-യിലും സപ്ലൈ AC ആണെങ്കിൽ നമുക്കത് വർക്കിംഗ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. 0 വോൾട്ട് ആയിരിക്കും നമുക്ക് കാണിക്കുന്നത് അല്ലെ, കാരണം നമുക്ക് DC വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ DC വാല്യൂസ് ഓൺലി മെഷർ ചെയ്യാനേ പറ്റുള്ളൂ. അതിൽ AC കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മെഷറിംഗ്സ് ഒന്നും തന്നെ കാണിക്കില്ല. ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. അപ്പൊ വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വോൾട്ടേജിന്റെ മെഷർമെന്റ്സ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ നമുക്ക് വോൾട്ട്മീറ്റർ നമുക്ക് മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആണ്, DC ഉണ്ട് AC ഉണ്ട്. ഇപ്പൊ DC വോൾട്ടേജ് ആണ് നമുക്ക് മെഷർ ചെയ്യുന്നതെങ്കിൽ DC വോൾട്ട്മീറ്ററും AC വോൾട്ടേജ് ആണെങ്കിൽ AC വോൾട്ട്മീറ്ററും ആണ്. അപ്പൊ നമുക്ക് DC വോൾട്ടേജ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ DC വോൾട്ട്മീറ്റർ യൂസ് ചെയ്തിട്ട് AC മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്താ വരുന്നത്? 0 വോൾട്ടേജ് ആയിരിക്കും നമുക്ക് അവിടെ കാണിക്കുന്നത്. ഓക്കെ, the peak value of an AC is 2√2 ampere. Its RMS value will be ഒരു AC alternating current peak value എന്ന് പറയുന്നത് 2√2 ആണെങ്കിൽ what about the RMS value? Option B ആണ് right answer. 2 ampere ആണ്. So what is the relation between RMS and peak value? IRMS is equal to I0 by √2 ആണ് അല്ലെ. നമുക്ക് തന്നിരിക്കുന്നത് peak current ആണ് അല്ലെ, I0 ആണ് തന്നിരിക്കുന്നത്. So 2√2 by again ഒരു √2 വരും. √2 ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വരുന്ന IRMS ന്റെ വാല്യൂ എത്രയാണ്? 2 ampere ആണ്. Okay. If an alternating current is represented by I is equal to 10 sin 340t, where t is in time in seconds and its frequency is around. Frequency ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ. I നമുക്ക് തന്നിട്ടുണ്ട്, ആ ഒരു ഇക്വേഷന്റെ രൂപത്തിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 50 ഹെർട്സ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഫ്രീക്വൻസി നമുക്ക് നോക്കാം. ഒരു ജനറൽ ഇക്വേഷൻ എന്താണ് AC യുടെ? I is equal to I0 sin omega t, അതല്ലെങ്കിൽ I0 2π ft, അതായത് ഒമേഗ എന്ന് പറയുന്നത് 2π ft ആണ് അല്ലെ. I0 എന്ന് പറയുന്നത് എന്താണ്? പീക്ക് കറന്റ് ആണ്. F is the frequency, T is the time and omega is the angular velocity, I is the current ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനും നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യുകയാണ്. അപ്പൊ നോക്കൂ, ഗിവൻ ഇക്വേഷൻ എന്താണ്? I is equal to 10 sin 340 ആണ്. അപ്പൊ I0യുടെ വാല്യൂ അല്ലേ നോക്കൂ, നമ്മുടെ ഇക്വേഷൻ എന്താണ്? I0 sin omega t ആണ്. I0 എന്ന് പറയുന്നത് 10, ഒമേഗ എന്ന് പറയുന്നത് 340. നോക്കൂ, ഒമേഗ is equal to എന്താണ്? 2π f ആണ്. 2π f is equal to 340. നമുക്ക് ഫ്രീക്വൻസി അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? F is equal to എന്ത് വരും? 340 by 2π. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ് കിട്ടുന്നത്? 50 ഹെർട്സ് ആണ് വരുന്നത്. ഓക്കെ, 340 divided by 3.14. പൈ എന്ന് പറയുന്നത് 3.14 by 2 ആണ് വരുന്നത്. ഓക്കെ, in an AC circuit, the peak voltage is 388 volt. Its effective voltage. Okay, but the peak voltage 388 തന്നിട്ടുണ്ട്. What about the effective voltage ആണ്? Option C ആണ് right answer. 275 volt ആണ് നമുക്ക്. നോക്കൂ, RMS വാല്യൂവിനെ തന്നെയാണ് നമ്മൾ effective volt value എന്ന് പറയുന്നത്. Okay, അപ്പോൾ RMS വാല്യൂ അല്ലെങ്കിൽ effective വാല്യൂ എന്ന് പറയുന്നത് Vm by √2 ആണ്. നമ്മൾ IM ന്റെ കാര്യം നമ്മൾ നോക്കിയിരുന്നു അല്ലേ. Vm എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ആണ്. നമുക്ക് Vm തന്നിട്ടുണ്ട്. അപ്പോൾ Vm by √2, 388 by √2 is equal to 275 ആണ് കിട്ടുന്നത്. The basic difference between AC generator and DC generator. ഒരു AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുണ്ടാവുന്ന ബേസിക് ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. AC generator has an electromagnet while DC generator has a permanent magnet. AC generator has a slip rings while the DC generator has a commutator. DC generators will generate a high voltage, AC generator will generate a high voltage. Option B ആണ് റൈറ്റ് ആൻസർ. AC ജനറേറ്ററിന് ഒരു സ്ലിപ്പ് റിംഗ് ആണുള്ളത്, എന്നാൽ DC ജനറേറ്ററിന് ഒരു കമ്മ്യൂട്ടേറ്റർ ആണുള്ളത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ നോക്കാം. AC ജനറേറ്റർ എന്ന് പറഞ്ഞാൽ AC ഇലക്ട്രിക് പവറിനെ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന DC ഇലക്ട്രിക് പവറിനെ ജനറേറ്റ് ചെയ്യാനാണ്. ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ പീരിയോഡിക്കലി ആയിരിക്കും. ഇവിടെ കറന്റ് ഫ്ലോസ് ഇൻ ഓൺലി വൺ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുന്നത്. AC ജനറേറ്റേഴ്സിന് കമ്മ്യൂട്ടേറ്റേഴ്സ് ഉണ്ടാവില്ല, എന്നാൽ DC ജനറേറ്റേഴ്സിന് കമ്മ്യൂട്ടേറ്റേഴ്സ് ഉണ്ടാകും. കാരണം കറന്റ് എന്ത് ചെയ്യുന്നത്? ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ ആവുന്നത്. ഇറ്റ് ഹാസ് സ്ലിപ്പ് റിംഗ്സ് ആൻഡ് ഇറ്റ് ഹാസ് സ്ലിപ്പ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ,
അതേപോലെ AC generators എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആണ്, വളരെ എഫിഷ്യന്റ് ആണ്, ലെസ് എഫിഷ്യന്റ് ആണ്. കമ്പയറിംഗ് ടു AC generator, DC generators are less efficient ആണ്. Okay. അടുത്ത question, the following test results were obtained from a 6 kilovolt 200 by 400 volt 50 Hz single phase transformer. Data for no load low voltage side 200 volt, 0.5 ampere and 50 volt. At normal voltage and frequency determine the magnetizing current of the transformer. അപ്പോൾ നമുക്ക് കുറേ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാഗ്നറ്റൈസിങ് കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒരു നോർമൽ വോൾട്ടേജിലും ഫ്രീക്വൻസിയിലും ഉണ്ടാകുന്ന മാഗ്നറ്റൈസിങ് കറന്റ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, 0.433 ആംപിയർ. അപ്പോൾ നോക്കൂ, വാട്ട് മീറ്റർ റീഡിംഗ് ω0, വോൾട്ട് മീറ്റർ റീഡിംഗ് V1 ആൻഡ് അമ്മീറ്റർ റീഡിംഗ് I0 ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ IM is equal to square root of I0 square minus IC0 square ആണ്. മാഗ്നറ്റൈസിംഗ് കറന്റ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ XM is equal to V1 by IM ആണ്. നമുക്ക് ω0 തന്നിട്ടുണ്ട്, V1 ന്റെ വാല്യൂ 200 തന്നിട്ടുണ്ട്, I0 0.5 ആണ്. അപ്പോൾ ω0 is equal to എന്താ വരുന്നത്, V1 I0 cos 5 ആണ്. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, V1 I0 cos 5. ഇതിൽ cos 5 യുടെ വാല്യൂ നമുക്ക് അറിയില്ല, സോ cos 5 is equal to ഇക്വേഷൻ 250 is equal to 200 into 0.5 സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് 0.5 കിട്ടുന്നുണ്ട്. Then IC യുടെ ഇക്വേഷൻ I0 cos 5 ആണ്. അപ്പോൾ IC is equal to എനിക്ക് എന്ത് ചെയ്യും, I0 എന്ന് പറയുന്നത് എനിക്ക് അറിയാം എത്രയാണ്, 0.5 ആണ്, ഇൻറ്റു I0 is equal to 0.5 ഇൻറ്റു cos 5 എന്ന് പറയുന്നത് 0.5, സോ 0.25 ആംപിയർ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു മാഗ്നറ്റൈസിംഗ് IM ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ, IM is equal to square root of 0.5 square minus 0.25 square. ഓക്കെ, അപ്പോൾ എനിക്ക് വരുന്ന ആ ഒരു മാഗ്നറ്റൈസിംഗ് കറന്റ് എത്രയാണ്, IM is equal to 0.433 ആംപിയർ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ MCQ മാരത്തോണിന് വേണ്ടിയിട്ടായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.